1905 ഓഗസ്റ്റിൽ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്നീ രണ്ട് നഗരങ്ങളുടെ മേൽ അറ്റോമിക് ബോംബ് വർഷിക്കുകയുണ്ടായി. ഈ ആക്രമണത്തിന്റെ ശേഷം മുഴുവൻ ലോകത്തിന്റെയും കണ്ണ് ജപ്പാന്റെ നേർക്കായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നത് കൂടാതെ ജപ്പാന്റെ എക്കോണമി മൊത്തത്തിൽ തരിപ്പണമാവുകയും ചെയ്തു. അപ്പോൾ ലോകം മുഴുവൻ ചിന്തിച്ചത് ഇനി ഒരിക്കലും ജപ്പാന് വികസിത രാജ്യമെന്ന ഖ്യാതിയിലേക്ക് തിരിച്ചു വരാനേ സാധിക്കില്ല എന്നായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ലോകത്തിലെ ഏറ്റവും ശക്തമായ എക്കണോമിയുള്ള വികസിത രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. കൂടാതെ കണ്ടുപിടുത്തങ്ങളുടെ പേരിലും ടെക്നോളജിയുടെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയ്ക്കും പ്രസിദ്ധമാണ് ജപ്പാൻ. എല്ലാവർക്കും അതിശയം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ജപ്പാൻകാർ ഇത്രയും ബുദ്ധിശാലികളായത് എന്നാണ്. അതറിയാനായി ഇന്നത്തെ വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ജാപ്പനീസ് ട്രിക്കുകൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുമെന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും നിങ്ങളുടെ എഫിഷ്യൻസിയും വർദ്ധിക്കും. ഇച്ചിഗ്യോ സമായി എന്ന ജാപ്പനീസ് വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിന്റെ അർത്ഥം ചെയ്യുന്ന കാര്യത്തിൽ 100% കോൺസെൻട്രേഷൻ അഥവാ ഏകാഗ്രത വെച്ച് പുലർത്തുക എന്നതാണ്. നമ്മളൊരു ദിവസത്തിന് 47%-ഓളം ദിവാസ്വപ്നം അഥവാ ഡേ ഡ്രീമിംഗ് ചെയ്യാനാണത്രേ ഉപയോഗിക്കുന്നത്. സുനീരിയോ സുസുക്കി എന്നയാൾ ഇച്ചിഗ്യോ സമായി എന്ന ഏൻഷ്യൻ തിയറിയെ ലഘൂകരിച്ചുകൊണ്ട് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ടാസ്ക് ചെയ്യുമ്പോൾ വെറും 8 സെക്കൻഡ് മാത്രമേ നമ്മുടെ ഏകാഗ്രത ആ കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അവിടെ ഇവിടെയായി കറങ്ങാൻ ആരംഭിക്കും. അതിനാൽ ഏകാഗ്രത കൂട്ടുക എന്നതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണന. അതിനാൽ ഈ ട്രിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഡു നോട്ട് മൾട്ടി ടാസ്ക്. മൾട്ടി ടാസ്കിംഗ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഒന്നിലധികം ജോലികൾ ചെയ്യൽ എന്നതാണ്. പല ജോലികൾക്കായി സമയം വിനിയോഗിക്കൽ എന്നത് മൾട്ടി ടാസ്കിങ്ങിൽ നിന്നും വ്യത്യസ്തമാണ്. മൾട്ടി ടാസ്കിങ്ങിനെ പ്രൊഡക്ടിവിറ്റി കില്ലറായാണ് കണക്കാക്കുന്നത്. കാരണം അത് നിങ്ങളുടെ ഉൽപാദനക്ഷമതയെ 40% വരെ കുറയ്ക്കാൻ ഇടയാക്കും. അതിനുള്ള ഏറ്റവും നല്ല ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക. പുസ്തകം വായിക്കുകയാണെങ്കിൽ പുസ്തകം മാത്രം വായിക്കുക. ലാപ്ടോപ്പോ ഫോണോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക. ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് ഒരു കൈയിൽ ഫോണും മറ്റൊരു കൈയിൽ പുസ്തകവും പിടിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളും നേരെ നടക്കില്ല എന്നതാണ് സത്യം. ജസ്റ്റ് ഫോക്കസ് ഓൺ വൺ തിങ്. നമ്മുടെ സ്പോയിൽഡ് ലൈഫ് സ്റ്റൈൽ വളരെ സിമ്പിളായി ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പോലും വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് പോലും വെറുതെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നില്ല. വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നു. ഒരേ സമയത്ത് 2 കാര്യങ്ങൾ ചെയ്യുന്നത് ചിലർക്കൊക്കെ നിർബന്ധമായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരക്കാർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും കയ്യിൽ ഫോൺ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ്. അതിനാൽ ഒരു സമയത്ത് ഒന്നിലേറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മൾട്ടി ടാസ്കിങ്ങിൽ നിന്നും അകലം പാലിക്കുക. നമ്പർ 2, ഡോണ്ട് ഷിഫ്റ്റ് യുവർ ഫോക്കസ്. പലരും ഒരു ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചിന്ത മറ്റൊരു കാര്യത്തിലേക്ക് വഴിമാറി പോകാറുണ്ട്. ഒരു ജോലിക്കിടയിൽ വീണ്ടും മറ്റു ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് വഴുതി വീഴുമ്പോൾ അത് നമ്മുടെ ഏകാഗ്രതയെ ബാധിക്കും. ഫോക്കസിന് 2 സ്റ്റേജുകളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ നന്നായി ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ ഫോക്കസ് ചെയ്യില്ല. ഇവ രണ്ടുമല്ലാതെ ഇതിനിടയിൽ മറ്റൊരു സ്റ്റേജും ഇല്ല. കുറച്ച് ഫോക്കസ് ഒന്നിലും കുറച്ച് മറ്റൊന്നിലും തോന്നുക അഥവാ മൾട്ടിപ്പിൾ ഫോക്കസ് എന്നത് മിഥ്യ മാത്രമാണ്. ഇങ്ങനെ ചെയ്യാനായി ശ്രമിക്കുകയും അരുത്. ഒരു സമയത്ത് നിങ്ങളുടെ മുഴുവൻ ഫോക്കസും ഒരു ജോലിയുടെ മുകളിൽ മാത്രമാണ് ഉണ്ടാകേണ്ടത്. ജപ്പാന്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളവർ ജീവിച്ചിരിക്കുന്നത് ജപ്പാനിലെ ഒക്കിനാവ എന്ന ഐലൻഡിലാണ്. ഇതിന് കാരണം അവരുടെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിത രീതിയും ഭക്ഷണക്രമവും ശക്തമായ സാമൂഹിക ജീവിതമൊക്കെയാണെന്ന് ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ അവരുടെ ജീവിത രീതി ഇക്കിഗായ് എന്നൊരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹെക്ടർ ഗാർഷ്യയും ഫ്രാൻസിസ് മെറേലും ഒക്കിനേവിയയിൽ താമസിച്ച് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ ശ്രമിച്ചു. അവർ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെ ഇക്കിഗായ് എന്ന പുസ്തകത്തിലൂടെ ഈ ലോകത്തിന് പങ്കുവച്ചു. നിങ്ങൾ ഈ കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ധ്വനി ആപ്ലിക്കേഷനിലൂടെ ഈ പുസ്തകത്തിന്റെ ഓഡിയോ സമ്മറി ഫ്രീ ആയി കേട്ടുനോക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു പുതിയ ആപ്ലിക്കേഷനാണ് ധ്വനി. ഇതിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ബിസിനസ്, പ്രൊഡക്ടിവിറ്റി, ഹെൽത്ത് തുടങ്ങിയ വ്യത്യസ്ത കാറ്റഗറീസിലുള്ള പുസ്തകങ്ങളുടെ സമ്മറീസ് മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും. ധ്വനിയുടെ പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. എങ്കിലും മോട്ടീവ് 90 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വെറും 99 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ കൂപ്പൺ കോഡ് ഒക്ടോബർ 9 വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ നിന്നും ധ്വനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ അവസരം ഉപയോഗിക്കുക. വരും ദിവസങ്ങളിൽ ഒട്ടനവധി പുസ്തകങ്ങൾ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പുതുതായി ലഭിക്കുന്നതായിരിക്കും. നമ്പർ 3, സ്മോൾ ടാസ്ക്. നമ്മളിൽ മിക്കവരും ഒരു ദിവസം നമുക്ക് ചെയ്തു തീർക്കാനുള്ള ജോലികളിൽ വലിയ കാര്യങ്ങൾ മാത്രം വേഗം ചെയ്തു തീർക്കാൻ നോക്കുകയും ചെറിയ കാര്യങ്ങളെ ഒഴിവാക്കുകയുമാണ് ചെയ്യുക, അല്ലെങ്കിൽ അവയെ നെഗ്ലക്ട് ചെയ്യും. ജപ്പാൻകാർ ഇങ്ങനെ ചെയ്യാറില്ല. അവർ വലിയ കാര്യങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്താണോ ചെയ്യുന്നത് അത്ര തന്നെ പ്രാധാന്യം ചെറിയ ജോലികൾക്കും കൊടുക്കും.
പലരും ജോലിക്കും പഠനത്തിനും വേണ്ടി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പെട്ടെന്ന് കുളിച്ചിറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ രാവിലെ മനസ്സമാധാനത്തോടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നതും വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാറില്ല. എന്തിനാണ് ചെറിയ ജോലികൾ ഇത്ര പ്രാധാന്യത്തോടെ ചെയ്യേണ്ടത് എന്നതിന്റെ കാരണമായി ജപ്പാനിലെ സെൻ ആചാര്യന്മാർ പറയുന്നത് ദിവസവും ചെറിയ കാര്യങ്ങൾ പോലും പ്രാധാന്യത്തോടെ ചെയ്യുന്നത് ഒരാളുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുമത്രേ. കൂടാതെ വലിയ ജോലികൾ ചെയ്യുമ്പോൾ അത് ഭാരമേറിയതായി നിങ്ങൾക്ക് തോന്നുകയുമില്ല. അതിനാൽ എന്നും ചെയ്യാനുള്ള ചെറിയ കാര്യങ്ങളെയും ഗൗനിക്കണം. നമ്പർ 4, സ്ട്രൈവ് ഫോർ ക്വാളിറ്റി. പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ലാത്ത ഏതൊരു വിഷയം പഠിക്കാൻ വേണ്ടിയും നമ്മൾ വിനിയോഗിക്കുന്ന സമയം വേസ്റ്റായി പോവുകയാണെന്നാണ് നമുക്ക് തോന്നുക. എന്നാൽ ഒരു വിഷയത്തിന് വേണ്ടി മറ്റൊന്നിനെ അവഗണിക്കുക എന്നത് നിങ്ങളുടെ റിസൾട്ടിനെയും ഭാവിയെയും ബാധിച്ചേക്കാം. ജപ്പാൻകാർ പറയുന്നത് പ്രകാരം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ബെസ്റ്റ് എഫോർട്ട് ഇടുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ്. അതിനാൽ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തുക, നന്നായി എഫോർട്ട് കൊടുത്ത് പഠിക്കുക. നമ്പർ 5, സ്റ്റഡി ബ്രേക്ക്. ജപ്പാനിലും സൗത്ത് കൊറിയയിലും സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിനിടയിൽ സ്റ്റഡി ബ്രേക്ക് കൊടുക്കാറുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് പഠിപ്പിനിടയിൽ ഉറങ്ങാം, സംസാരിക്കാം, പുറത്തു പോകാം, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ അവിടെയൊക്കെ എന്ത് ഡിസിപ്ലിനാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല. കുട്ടികൾക്ക് മുഴുവനായി സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തങ്ങളുടെ പഠനത്തെ ബാധിക്കുന്ന യാതൊന്നും അവർ മനഃപൂർവ്വം ചെയ്യില്ല. ക്ലാസ്സിൽ ഉറങ്ങാൻ അവസരം കിട്ടിയാലും വെറുതെ സമയം കളയാനായി അവർ ഉറങ്ങില്ല. ശരിക്കും ഉറക്കം വരുമ്പോഴും ക്ഷീണം തോന്നുമ്പോഴും മാത്രമേ കുട്ടികൾ ഈ സമയം അതിനുവേണ്ടി ഉപയോഗിക്കൂ എന്ന് സാരം. എത്രത്തോളം റൂൾസും റെഗുലേഷൻസും കൂടുന്നുവോ അത്രത്തോളം അത് തെറ്റിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനുമുള്ള പ്രവണത കുട്ടികളിൽ കൂടും. നിങ്ങൾക്ക് സ്റ്റഡി ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ ഫോൺ എടുത്ത് കളിക്കാൻ തുടങ്ങും. എന്നാൽ ഇത് തെറ്റാണ്. സ്റ്റഡി ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം പഠിക്കുമ്പോൾ ഒരുപാട് മെന്റൽ എനർജി ആവശ്യമായി വരുന്നു. അപ്പോൾ ബ്രേക്ക് കിട്ടിയാൽ ആ സമയത്തെ തീർച്ചയായും തലച്ചോറിനെ റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. നമ്പർ 6, കൈസൻ. കൈസൻ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്നാണ്. ഇതുവഴി എങ്ങനെ ചെറിയ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്ന് കണ്ടെത്താനാകും. ഇതിന്റെ മോട്ടോ എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ പ്രോഗ്രസ് ആൻഡ് നോട്ട് ഓൺ പെർഫെക്ഷൻ എന്നതാണ്. നിങ്ങൾക്കൊരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ ഗോളുകളാക്കി തിരിക്കണം. എന്നിട്ട് ഈ ഓരോ ചെറിയ ഗോളുകളുടെയും പ്രോഗ്രസിനെ വിലയിരുത്തണം. എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയിട്ട് സ്വയം പറയുക, സ്ലോ പ്രോഗ്രസ് ഈസ് ഓൾസോ പ്രോഗ്രസ് എന്ന്. ഇവിടെ ഫോളോ ചെയ്യാൻ വേണ്ടി എഴുതി വെച്ച റൂൾസ് ഇല്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള റൂൾസ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് അതിനെ വിടാതെ ഫോളോ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ മനഃശക്തിയെ പരീക്ഷിക്കാനായി സ്വയം ചാലഞ്ചസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മനസ്സിലാകും നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് എത്രത്തോളം അതിശയകരമാണെന്ന്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.